CPA സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് ഒരു സബ്ജക്ട് ആവശ്യമാണ്. PM ശ്രീ പദ്ധതി വരുന്നതോടുകൂടി അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിലേക്ക് വരാനുള്ള ചില സാധ്യതകളുണ്ട്. ഇപ്പൊ നാഥുറാം വിനായക് ഗോഡ്സെ ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ചരിത്രത്തെ വളച്ചൊടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള ഒരു സംശയം ഈ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾക്കുണ്ട്. ചരിത്രത്തെ പോലും തെറ്റായിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്ന ആളുകളാണ് RSS. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം PM ശ്രീയെക്കെതിരെ ഒരക്ഷരം നാളിതുവരെ മിണ്ടിയിട്ടില്ല. RSS നിശ്ചയിക്കുന്ന ഒരു സിലബസ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുമോ എന്ന ഒരു വലിയ ഭയപ്പാടിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. നമസ്കാരം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് CPI അതിനെതിരെ ശക്തമായ രംഗത്ത് വരുന്നുണ്ട്. CPI ഇതിനെതിരെ വിട്ടു നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഘടകകക്ഷിയുടെ അനുവാദം കൂടാതെ സാധനം പാസ്സാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? PM ശ്രീ പദ്ധതിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ട എന്നൊരു തീരുമാനം CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് പൊതുവായിട്ടുള്ള തീരുമാനമാണ്. അത് CPI-യുമായിട്ട് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് CPI ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. CPI സംബന്ധിച്ചിട്ട് വലിയൊരു ആത്മാർത്ഥത കൊണ്ടോ അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി വരുന്നത് മൂലമുള്ള ഒരു പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഇപ്പോൾ ഈ CPM-നെതിരെ ചെറിയ വിമർശനങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. CPI-ക്കകത്തു തന്നെ അനവധി ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. CPI തന്നെ വലിയൊരു ആഭ്യന്തര പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് തങ്ങളുടെ അണികളെ കൺവിൻസ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാണ് ഇപ്പോഴത്തെ PM ശ്രീ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആത്മാർത്ഥത PM ശ്രീ പദ്ധതി വരുന്നതിനോടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെ അർത്ഥം. കാരണം ഇനിയിപ്പോൾ AISF-ഉം അതോടൊപ്പം തന്നെ അവരുടെ AYF-ഉം ഒക്കെ ഒന്നുകൊണ്ട് സമരപ്രഹസനങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ നടത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു പ്രതികരണമോ അല്ലെങ്കിൽ LDF വിട്ടുപോകാനായിട്ടുള്ള തീരുമാനമോ ഒന്നും എടുക്കാനായിട്ട് യാതൊരുവിധ സാധ്യതകളും ഇല്ല. CPM-നെ സംബന്ധിച്ചിട്ട് CPM 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ CPI ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ചില സീറ്റുകൾ വരെ ഏറ്റെടുക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ CPI-യെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് ഒരു സബ്ജക്ട് ആവശ്യമാണ്. അങ്ങനെ ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് ഒരു സബ്ജക്ട് ആവശ്യമായ ഒരു സമയത്താണ് PM ശ്രീ ഇങ്ങനെ വന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാസ്റ്ററുടെ വായിൽ നിന്ന് ഒരു നാക്കുപിഴ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ ഇതിനെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ നാക്ക് വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ അത് CPM-നും ഇടതുപക്ഷ ജനാധിപത്യത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന്. അപ്പോൾ പത്രക്കാരുടെ ചോദ്യത്തിന് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ CPI-ക്ക് എതിരെ അഭിപ്രായങ്ങളുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട് ഏത് CPI എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെ വലിയൊരു പ്രശ്നമാക്കിയിട്ടാണ് CPI ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് CPM-നെതിരെ ചില വാക്പോരുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് PM ശ്രീയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ PM ശ്രീയെ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കേരളത്തിൽ ഏത് സംസ്ഥാനത്തെയാണെങ്കിലും ഒരു ബ്ലോക്കിൽ നിന്നുള്ള 2 സ്കൂളുകളെയാണ് ആദ്യം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിൽ മൊത്തം 332 സ്കൂളുകളെയാണ് ഉൾപ്പെടുത്താൻ സാധിക്കുക. 166 ബ്ലോക്കുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 166 ബ്ലോക്കുകളിൽ നിന്ന് 332 സ്കൂളുകൾ കേരളത്തിൽ ഉണ്ടാവും. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഫ്ബി പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളും നവീകരിച്ചിട്ടുള്ളതാണ്. നവീകരിക്കാൻ ഇനി ഏതാനും ചില സ്കൂളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒട്ടുമിക്ക സ്കൂളുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഏതൊക്കെ സ്കൂളുകളാണ് ഇനി വീണ്ടും നവീകരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സിലബസുകൾ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന ഗവൺമെന്റിന് മുകളിലായിരുന്നു. അത് ഒരു പക്ഷേ ഈ PM ശ്രീ പദ്ധതി വരുന്നതോടുകൂടി അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിലേക്ക് വരാനുള്ള ചില സാധ്യതകളുണ്ട്. അതിനെ വളരെ വലിയ രീതിയിലായിട്ട് പ്രതിപക്ഷ കക്ഷികളൊക്കെ, അതായത് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളൊക്കെ വളരെ വലിയ രീതിയിൽ ഭയക്കുന്നു. നാളെ ഇപ്പോൾ പറയുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലായിരുന്നു, അത് മറ്റൊരാളായിരുന്നു, ഇപ്പൊ നാഥുറാം വിനായക് ഗോഡ്സെ ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ചരിത്രത്തെ വളച്ചൊടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള ഒരു സംശയം ഈ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾക്കുണ്ട്. നമുക്ക് അറിയാം, ഭാരതത്തിനൊരു ചരിത്രമുണ്ട്, ഇന്ത്യക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എഴുതി വെച്ചിരിക്കുന്നതാണ്. ആ എഴുതി വെച്ചിരിക്കുന്ന ചരിത്രത്തെ പോലും തെറ്റായിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്ന ആളുകളാണ് RSS. RSS-ന്റെ ഒരു അജണ്ട
ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുമോ എന്നുള്ളൊരു വലിയ ഭയപ്പാട് കേരളത്തിലെ പല മതേതര പാർട്ടികൾക്കുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീക്കെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വരുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലൊരു പ്രതിപക്ഷമുണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം PM ശ്രീക്കെതിരെ ഒരക്ഷരം നാളിതുവരെ മിണ്ടിയിട്ടില്ല. കേരളത്തിലെ KSU ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കേരളത്തിലെ MSF ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. യൂത്ത് ലീഗ് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. എന്തിനും ഏതിനും ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തി അഭിപ്രായം പറയുന്ന KC വേണുഗോപാൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ ഇവിടെ എതിർവാദം ഉയർത്തിയിരിക്കുന്നത് CPI ആണ്. CPI മാത്രമാണ്. CPI സംബന്ധിച്ച് CPIക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഇതൊരു വലിയൊരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണിയാണ്. ഇപ്പൊ ഏകദേശം 1500 കോടിയോളം രൂപ കേരളത്തിന് കിട്ടും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ 1500 കോടി രൂപയായിരിക്കാം. ഈ 1500 കോടി രൂപ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുന്നതോടുകൂടി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ നേരിടുന്ന ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത് സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ തന്നെയും ഈ പണമൊക്കെ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റികളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, സ്കൂളുകളുടെ നവീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉൾഗ്രാമ പ്രദേശങ്ങളിലൊക്കെയുള്ള സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളുടെ ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ സ്കൂളുകളൊക്കെ വീണ്ടും നവീകരിക്കാൻ വേണ്ടി സാധിക്കും. അത് കൂടാതെ തന്നെ ഈ ഒരു PM ശ്രീ പദ്ധതിക്ക് അത് മറ്റൊരു കാര്യം കൂടി പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വെച്ച് വരും. ആ സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾക്കും ഈ സ്കൂളിന് മാതൃകയായിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്കൂളുകളെ നിയന്ത്രിക്കേണ്ട ചുമതല കൂടി ഈ മാതൃകാ സ്കൂളുകൾക്ക് വരും. അപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്യുലർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്കൂളുകളുടെ കൂടി നിയന്ത്രണം, അതായത് മാതൃകാ സ്കൂളുകളുടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളുടെ നിയന്ത്രണം കൂടി PM ശ്രീയിൽപ്പെട്ട സ്കൂൾ ഏറ്റെടുക്കുന്നതോടുകൂടി അവിടെയും എന്തെങ്കിലുമൊക്കെ ചില സൗജന്യങ്ങൾ, ഇപ്പൊ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഫണ്ട് ഒരു പക്ഷെ നൽകുക, ഈ മാതൃകാ സ്കൂളിൽ വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് ഒരു പക്ഷേ സബ് സ്കൂളുകൾക്ക് കൊടുത്തേക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ആ സബ് സ്കൂളുകളും ഈ PM ശ്രീ പദ്ധതിയിലൂടെ ഉള്ള സിലബസ് ആണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു നിയമാവലി എഴുതി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഈ സ്കൂളുകൾക്ക് പരിസരത്തുള്ള സ്കൂളുകളും കൂടി ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് തീരുന്നതോടുകൂടി ഈ സ്കൂളുകളുടെ എല്ലാം മൊത്തമായ ഒരു നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുമോ എന്നുള്ള ഒരു വലിയ ഭയപ്പാടുണ്ട്. ആ ഭയപ്പാടിനെ എങ്ങനെ ദൂരീകരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സർക്കാർ മറുപടി പറയേണ്ട കാര്യം, അല്ലെങ്കിൽ V ശിവൻകുട്ടി മറുപടി പറയേണ്ട കാര്യം. കലിംഗ് ഗോപി പറഞ്ഞ പോലെ കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് BAയും അതോടൊപ്പം തന്നെ LLB ഒക്കെ ഉണ്ട്. കലിംഗിസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിക്ക് എന്താണുള്ളത്, എന്ത് വിദ്യാഭ്യാസമാണ് ഉള്ളത് എന്നറിയാനും നാട്ടുകാർക്ക് താല്പര്യമുണ്ടെന്നേ. അദ്ദേഹത്തിന് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ടിരിക്കുന്നതെന്ന് കൂടി അറിയാനായിട്ട് കേരളത്തിലെ ആളുകൾക്ക് താല്പര്യമുണ്ട്. അതൊരു വിഷയമല്ലാത്തതുകൊണ്ട് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഗുണഫലങ്ങൾ സംസ്ഥാന സർക്കാർ എന്താണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി സംസ്ഥാന സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ഭയപ്പാടുകൾ ഈ കേരളത്തിലെ ആളുകൾക്കിടയിലുണ്ട്? അതായത് ഇപ്പൊ ഞാൻ ഒരു ഫെഡറൽ സംവിധാനത്തിൽ വിദ്യാഭ്യാസ നയം രൂപീകരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ ഏത് സിലബസ് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിന് ബദലായിട്ട് മറ്റൊരു തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സിലബസ്, അല്ലെങ്കിൽ RSS നിശ്ചയിക്കുന്ന ഒരു സിലബസ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുമോ എന്ന ഒരു വലിയ ഭയപ്പാടിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് സർക്കാർ തയ്യാറാവണം. എന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു ധാരണ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. അത് ഇപ്പോ ASF സമരം ചെയ്യുന്നു പറയുന്നുണ്ട്, KSC സമരം ചെയ്യുന്നു പറയുന്നുണ്ട്, MSF ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ 2022 കൊണ്ടുവന്ന കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇവർ ആദ്യമായിട്ട് സമരം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ കേന്ദ്ര വിദ്യാഭ്യാസ നയം എന്താണ് എന്ന് കേരളത്തിലുള്ള KSCക്കാരോടോ അല്ലെങ്കിൽ MSFകാരോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൈമലർത്തത്തേ ഉള്ളൂ. വളരെ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അവർ പോലും കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് ഈ അധ്യാപക സംഘടനകളൊക്കെ ഇവിടെ ഘോരഘോരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതിനെയൊക്കെ അവഗണിച്ചു കളഞ്ഞതാണ്. ഈ പറയുന്ന CPI പോലും അതിനെ അവഗണിച്ചു കളഞ്ഞതാണ്. കഴിഞ്ഞ ദിവസമാണ് ബിനോയ് വിശ്വം പറഞ്ഞത് NEP കുറിച്ച് പറഞ്ഞത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. NEP ആണ് പ്രശ്നം, PM ശ്രീ അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നല്ലോ. അപ്പൊ ഈ NEP എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബിനോയ് വിശ്വം ഒക്കെ എതിർക്കാതിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദേശീയ തലത്തിൽ തന്നെ എന്തുകൊണ്ടാണ് NEPക്കെതിരെ ഒരു സമരം ഉയർത്തിക്കൊണ്ടു വരാനായിട്ട് ഇവിടെ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ
CPIയെ സംബന്ധിച്ചിട്ട് CPI ഒരു കാരണവശാലും LDF വിട്ട് ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. LDF വിട്ട് അവർക്ക് മറ്റൊരിടത്തേക്ക് അഭയം പ്രാപിക്കാനായിട്ട് സാധിക്കത്തില്ല. അടൂർ പ്രകാശ് CPIയെ LDFിലേക്ക് ക്ഷണിച്ചു എന്ന് കരുതിയൊന്നും CPI ഒരിക്കലും LDFിലേക്ക് പോകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. CPIയെ സംബന്ധിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ അസ്തിത്വം, നഷ്ടപ്പെട്ടു പോയ ക്യാരക്ടർ തിരിച്ചു പിടിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു അജണ്ടയും PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നതിലൂടെ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്.